അധ്യാപകരില്ലാതെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അധ്യാപകരുടെ കുറവുള്ളത്. 42 അധ്യാപകർ ആവശ്യമുള്ളിടത്ത് നിലവിലുള്ളത് 24 അധ്യാപകർ മാത്രമാണ്. വിഷയത്തിൽ SFI ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ നിബന്ധന പ്രകാരം 20 വിദ്യാർത്ഥികൾക്ക് ഒരധ്യാപകൻ എന്നതാണ് കണക്ക്. ആദ്യവർഷ വിദ്യാർത്ഥികൾ കൂടി എത്തുന്നതോടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളുടെ എണ്ണം 800-ലധികമാകും. ആവശ്യത്തിലധികം അധ്യാപകർ ഇല്ലാത്തതിനാൽ കൃത്യമായി ക്ലാസുകളും ലാബ് സെക്ഷനുകളും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമായി. നമുക്ക് അടുത്ത ആഴ്ച സീരീസ് എക്സാമിനേഷൻ, നമുക്ക് സെമ്മിന് മുമ്പ് 2 എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ഗൈഡിൽ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലാബ് എക്സാമിനേഷൻ ഉണ്ട്, ലാബ് തുടങ്ങിയിട്ടില്ല. 1 മാസത്തോളമായി നമ്മുടെ കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപക ക്ഷാമമുണ്ട്. അപ്പം ഫാക്കൽറ്റിയുടെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ഒത്തൊരുമയില്ലെങ്കിൽ കോളേജ് ബുദ്ധിമുട്ടായിരിക്കും. ഓട്ടോണമസ് കോളേജും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കോളേജ് CET ആക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉയർന്നു നിൽക്കും. സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു സഹകരണം ഇല്ലാതെ ഒരു സർക്കാർ കോളേജ് മുന്നോട്ട് പോയില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. 1-ാം വർഷ വിദ്യാർത്ഥികൾ കൂടി എത്തുന്നതോടെ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. നിലവിൽ 18 സ്ഥിരം അധ്യാപകരും 6 താൽക്കാലിക അധ്യാപകരുമാണ് ഉള്ളത്. താൽക്കാലിക അധ്യാപകരെ നിയമിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോളേജ് അധികൃതർ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ല. പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലും അധ്യാപകരുടെ ക്ഷാമം ഉണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.